നിങ്ങളുടെ വീട് ആദ്യമായിട്ടല്ലേ കാണുന്നേ? കാര്യം ചോദിക്കാൻ വേണ്ടി എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ? കത്തി താഴെ വെക്ക്. എന്റെ പൊന്നു, ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെ വിരോധിക്കാൻ പറ്റത്തില്ല. എന്ത് കഥയാ പറയാനോ? ഈ യൂട്യൂബേഴ്സിന്റെ ഒക്കെ കമന്റ് ബോക്സിൽ പോയി അവരെ കുറിച്ച് ഗർഭകഥകളും അവിഹിത കഥകളും ഒക്കെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ 3 ആഴ്ച മുമ്പേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരുടെ പേര് റാണി പി സദാശിവൻ എന്നുള്ളതാണ്. കണ്ട യൂട്യൂബേഴ്സിന്റെ ഒക്കെ കമന്റ് ബോക്സിൽ പോയി ഇല്ലാത്ത ഗർഭകഥകളും അവിഹിത കഥകളും പറഞ്ഞുണ്ടാക്കലാണ് അവരുടെ പണി. ഇപ്പൊ ഈ അടുത്ത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ദീപ്തി ടീച്ചർ കല്യാണം കഴിഞ്ഞ സമയത്ത് അവരെ കുറിച്ച് എന്തൊക്കെയാണ് ഇവർ കമന്റ് ബോക്സിൽ പോയി പറഞ്ഞുണ്ടാക്കിയത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഭർത്താവും ദീപ്തി ടീച്ചറും ആദ്യം അവിഹിതത്തിലായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് ആദ്യം ഭർത്താവ് ഡിവേഴ്സ് ആയി പോയതാണെന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കായിരുന്നു. അത് ഞാൻ അവിടെ പോയി കണ്ടതാണ്, അറിഞ്ഞതാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളിക്കാർ കമന്റ് ബോക്സിൽ ഒന്ന് സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവരുടെ കമന്റ് കാണുന്ന ആൾക്കാർ എന്താ വിചാരിക്കുക, ഇവരറിയാവുന്ന ആൾക്കാർ സത്യം പറയാണെന്നുള്ളതായിരിക്കും അല്ലേ? പക്ഷെ പുള്ളിക്കാരെങ്ങോട്ടും ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണ്. അങ്ങനെ ഇവിടെ ശല്യം സഹിക്കാണ്ടായപ്പോൾ ഇവർക്കെതിരെ 1-2 വീഡിയോസ് വരെ ദീപ്തി ടീച്ചർക്ക് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അത്രക്കും വലിയ ശല്യമായിരുന്നു ഇവർ. ദീപ്തി ടീച്ചർ മാത്രമല്ല, ഒരുപാട് യൂട്യൂബേഴ്സിനെ കമന്റ് ബോക്സിൽ പോയി ഇവരില്ലാത്ത കഥകൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അവർ പറഞ്ഞുണ്ടാക്കിയവരിൽ ഒരാളായിരുന്നു മറ്റേ VR ലവ് ഫാമിലി. VR ലവ് ഫാമിലി എന്താണ് ഏതാണെന്നുള്ള എല്ലാവർക്കും അറിയാലോ. മറ്റേ അമ്മയുമായി പടങ്ങി പോയിട്ട് അമ്മയ്ക്കെതിരെ നിരന്തരമായി വീഡിയോസ് ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ, അവരെന്നെ. അമ്മ അവരെ കുറിച്ച് നമ്മുടെ ചാനലിൽ എത്ര വീഡിയോസ് ചെയ്തതാണ് അല്ലേ? എന്തായാലും ആ ഭാര്യയും ഭർത്താവിനെയും കുറിച്ചും ഇവർ വേണ്ടാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അവരെ കുറിച്ച് ഈ റാണി ചേച്ചിയുടെ കമന്റ് ഞങ്ങൾക്ക് വായിച്ചുതരാം. സ്വന്തം ഭാര്യയെ പൊക്കി പറയാൻ വേണ്ടി മറ്റുള്ള സ്ത്രീകളെ അപമാനിക്കുവാനും കേസിൽ പെടുത്തുവാനും നടക്കുന്ന അമൽ എന്ന മാന്യ പെൺകോന്തൻ അറിയുവാൻ വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് അവളെയുമായി പുറത്തേക്ക് ചുറ്റിക്കറങ്ങി നടക്കുന്ന ഏതോ അമ്പലത്തിൽ രഹസ്യമായി മാലയിട്ട് 2 കുട്ടികളുമായിട്ട് നടക്കുന്ന നിന്റെ ഭാര്യയെ സമൂഹം പിഴച്ചവളായി കണക്കാക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്നാൽ അന്തസ്സായി വിവാഹമാലോചന നടത്തി നേരെ കുറപ്പടിയെടുത്ത് മോതിരം മാറ്റം നടത്തി നിശ്ചയം നടത്തി കല്യാണം നടത്തി പഞ്ചായത്തിൽ രജിസ്ട്രേഷൻ നടത്തി 1 വർഷം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാക്കുന്ന ദമ്പതിമാരെല്ലാവരും ബഹുമാനത്തെ നോക്കുന്നത് കൊണ്ടാണ് എല്ലാ അച്ഛനമ്മമാരും സ്വന്തം മക്കളെ അവർക്ക് ഒരു 22 വയസ്സൊക്കെ ആകുമ്പോൾ വിവാഹം കഴിപ്പിക്കുന്നത്. എന്നാൽ നീ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് നിന്നെ പറ്റി പിഴച്ച് നടക്കുന്നവരാണെന്ന് പല ആളുകളും മെസ്സേജ് അയച്ചത്. പെരുന്നാൾ വാലുച്ചിറ കോളനിയിൽ കൊള്ളരുതാത്തൊരു സ്ത്രീയുടെ മകളാണ് നിന്റെ അവിഹിതക്കാരി എന്ന് ആ നാട്ടുകാർ പലരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളും മനസ്സിലാക്കിയത്. പിന്നെ നിന്റെ വീട്ടിൽ വന്നിട്ടുള്ള വീഡിയോയുടെ മുമ്പിൽ കാണിച്ച കിടപ്പറ സീനുകളെല്ലാം കണ്ടപ്പോൾ മനസ്സിലായി അവളൊരു ശക്കീലാണെന്ന്. പിന്നെ നീ ഇനിയും ഭാര്യയെ പൊക്കി പറഞ്ഞൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ഏകദേശം കഥാപാത്രം എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. നിന്റെ അമ്മയും പെങ്ങളെയും ദ്രോഹിക്കാൻ വേണ്ടി നീ ചെയ്ത എല്ലാ നടപടികളും കണ്ടു സ്വന്തം വീട്ടുകാരെ ഇങ്ങനെ ദ്രോഹിക്കുന്ന നീ മറ്റുള്ളവരെ വെറുതെ വിടുമോ? കോളനിയിൽ നന്നായി ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത നിന്റെ ഭാര്യ ഒരു വീട്ടിൽ ചെന്ന് കാണിച്ച നല്ല കാര്യങ്ങളൊക്കെ വീഡിയോയോടുകൂടി നാട് മൊത്തമുള്ള ജനങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവളെ പുകഴ്ത്തി പറയാൻ ഞങ്ങൾ ആരും വരത്തില്ല. നീ ഇവിടെ ഇരുന്ന് പുകഴ്ത്തിയാൽ മതി. മനസ്സിലായടോ സ്വയം പൊങ്ങി. ഇങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തോ ഇവരുടെ നാട്ടിൽ പോയി അന്വേഷിച്ചറിഞ്ഞ പോലെയാണ് ഈ തള്ളയുടെ സംസാരം അല്ലേ? ഭയങ്കര ആധികാരികമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. എന്നാൽ ഒരു തേങ്ങാപ്പുണ്ണ കിട്ടുവരെ കുറിച്ച് അറിയത്തുമില്ല. അത് വേറെ കാര്യം. എന്തായാലും ഈ പറഞ്ഞ VR ലവിലെ ഭർത്താവിന് വേറൊരു അവിഹിതം ഉണ്ട് എന്നും അതുപോലെ തന്നെ ഭാര്യ കോളനിയിൽ നിന്നും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നത് അല്ലേ? ഭയങ്കര അരോചകമായിട്ടുള്ള ഭാഷയാണ് ഇവർ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, എന്തായാലും ഒന്ന് കൊടുക്കാൻ തോന്നിപ്പോകും. ആ രീതിയിലാണ് ഇവരുടെ സംസാരം. എന്തായാലും VR ലവ് ഫാമിലിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതോടുകൂടി അവര് വെറുതെ ഇരുന്നില്ല കേട്ടോ. അവർ ഈ സ്ത്രീയെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ കാലങ്ങളോളമുള്ള അന്വേഷണത്തിനൊടുവിൽ ഈ സ്ത്രീ എവിടെയാണെന്നുള്ളവർ കണ്ടെത്തി. ഏതോ ഉപ്പുതറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ ജീവിക്കുന്നത്. അങ്ങനെ ഇവർ ചങ്ങനാശ്ശേരി നിന്ന് കാർ എടുത്ത് ഏകദേശം 90 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഉപ്പുതറയിൽ എത്തി കേട്ടോ. അങ്ങനെ നേരെ ഇവർ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ഏത് ഈ റാണി പി സദാശിവന്റെ വീട്ടിലേക്ക്. അന്നേരം അവിടെ സംഭവിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടോക്കാം. അമ്മ ഇദ്യമനെ അറിയാമോ? മീഡിയ കണ്ടില്ല. അമ്മ വിളിക്കാൻ എടുത്തിനാൽ ഓക്കെ, ഇവരവിടെ കയറി ചെല്ലുന്ന സമയത്ത് ആ സ്ത്രീ അവിടെ ഇല്ലല്ലേ, ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ കുഞ്ഞിൽ നിന്ന് ഇവർ വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ശേഖരിക്കുന്നുണ്ട്. നല്ല കാര്യം. എന്തായാലും ഇവർ യൂട്യൂബറാണ്, അമ്മയെ തിരിഞ്ഞു വന്നതാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി കുഞ്ഞാകെ പരിഭ്രാന്തി ആക്കിയിട്ടുണ്ട്. എന്ത് പറയണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് ആ കുഞ്ഞുള്ളത്. എന്തായാലും ഇതെല്ലാം ചോദിച്ചതിന് ശേഷം ഇവരൊരു കാര്യം ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് നോക്കാം. വീട് അമ്മ വീട്ടിൽ എല്ലാവരും ഉണ്ടോ? അമ്മയുണ്ട്, അനിയന്മാരുണ്ട്, 2 പേരുണ്ട്. അച്ഛൻ പട്ടാളത്തില്. പേരെന്നാണ് അച്ഛനെ? സതീഷോ? രതീഷ്. കുഞ്ഞിന്റെ പേരെന്നാ? സതീർത്ത്. എത്രാം ക്ലാസ്സിലോ? 9-ലോ? 8-ല്. എടുത്തോട്ടെ, നോക്കോട്ടെ.
കുളക്കടവോ സ്ഥലമാണ്. രതീഷ് ഭവൻ എന്നാണ് വീട്ടുപേര്. ഓക്കെ, ഇവരമ്മയല്ലേ മോളെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി ചെല്ലാണ് അല്ലേ. എനിക്കെന്ത് ഇവർ ഈ ചെയ്ത പ്രവൃത്തിയോട് ഒട്ടും യോജിക്കാൻ പറ്റാത്ത പോലെ. ആ കുഞ്ഞ് മാത്രമേ അവിടെ ഉള്ളൂ അല്ലേ, അതറിഞ്ഞിട്ടും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നല്ല കാര്യമായി ചെയ്തത്. എന്തൊക്കെയായാലും നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പാലിക്കേണ്ട ചില മാനേഴ്സ് ഉണ്ട് അല്ലേ. അറ്റ്ലീസ്റ്റ് കയറിക്കോട്ടെ എന്ന് സമ്മതം ചോദിച്ചിട്ടെങ്കിലും അങ്ങ് കയറണം. ഇത് മറ്റേ സ്വന്തം അമ്മാവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന പോലെ അമ്മയില്ലേ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലാണ്. എന്തായാലും തീരെ മാനേഴ്സ് ഇല്ലാത്ത പരിപാടിയായി പോയി കാണിച്ചത്. പിന്നെ ആ കുഞ്ഞും പരിഭ്രാന്തിയായി നിൽക്കുകയാണ്. അതും കൂടി മാനിച്ചിട്ട് വേണമായിരുന്നു അവിടേക്ക് കയറി ചെല്ലാൻ. അപ്പൊ ഞാനിതൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോ കുറെ വന്ന് കമന്റ് ചെയ്യും, അമ്മ ഓരോന്ന് കാണിച്ചു കൂട്ടിട്ടല്ലേ ഇവര് ചെയ്തതിൽ എന്താ തെറ്റെന്നുള്ളത്. ഈ അമ്മ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടിയെന്ന് കരുതി ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി എന്ത് വെച്ച് ഓൾറെഡി അമ്മ കാരണം ആ പെൺകുട്ടി ബുദ്ധിമുട്ടിലായിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. അത് ആ പെൺകുട്ടിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട്. അതിന് കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ വന്ന് കാണിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് അത് വലിയ ട്രോമ ആയിരിക്കും. ഉള്ളത് പറയുന്നത് ഭയങ്കര മോശമായി പോയി. ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയെങ്കിലും ഒന്ന് മാനിച്ചുള്ളിലേക്ക് കയറി പോകാമായിരുന്നു. നിങ്ങൾ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ ആ പെൺകുട്ടി അമ്മയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തന്നില്ലേ, അമ്മ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞെന്ന്. നേരെ അങ്ങോട്ട് പോയാൽ പോരെ. ഇത് ഉള്ളിൽ കയറുന്നു, പേപ്പർ എടുത്ത് നോക്കുന്നു, രജിസ്റ്റർ എടുത്ത് നോക്കുന്നു. എന്തിനാവശ്യമുണ്ട്? ഇതൊക്കെ ഓവറായി പോയി, ഉള്ളത് പറയാലോ. എന്തായാലും ഇവർ കുട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ റാണി പി സദാശിവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എന്തായാലും അവിടെ വെച്ചുള്ള സംഭവ വികാസങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. ചേച്ചി ഒരു കിലോ അരി തന്നെ ചേച്ചി, ഒരു കിലോ അരി. കണ്ട പാടനെ തിരിച്ചറിഞ്ഞില്ലേ ചേച്ചി? അതെന്തായാലും നന്നായി. ഇവര് കടയിലേക്ക് കയറി വരുന്നത് ചേച്ചി ആദ്യം കണ്ടിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ തുടക്ക ഭാഗം ഒന്ന് സ്ലോ ആയിട്ട് സൈഡിൽ പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അവര് കടയിലേക്ക് കയറി വരുമ്പോൾ ചേച്ചി തിരിഞ്ഞു നോക്കുന്നുണ്ട്. അന്നേരം ഇവരാണെന്ന് മനസ്സിലാക്കിയ ചേച്ചി ഇപ്പുറത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നെ കാണണ്ട, എന്തെങ്കിലും വാങ്ങിയിട്ട് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ ചേച്ചിക്ക് അറിയില്ലല്ലോ അവര് ചേച്ചിയെ തിരിഞ്ഞ് അങ്ങോട്ട് വന്നതാണെന്നുള്ളത്. എന്തായാലും ചേച്ചിന്റെ ഷോൾഡറിലെ കൈ വെച്ചപ്പോൾ ചേച്ചി തിരിഞ്ഞു നോക്കില്ലേ. എന്തായാലും പിടിക്കപ്പെട്ടതിനൊരു മ്ലാനത ചേച്ചിന്റെ മുഖത്ത് കാണാനുണ്ട്. ഇനി എന്താണ് ബാക്കി സംഭവിക്കാൻ പോകുന്നുള്ളത് കണ്ടോക്കാം. എന്ത് കാര്യമായിട്ട് വേണ്ടേ? സുരേഖ സുരേഖ ഇല്ല. വെള്ളരി അതാ നല്ലത്. മതി മതി എടുത്തോ. എന്താലേ ഈ രണ്ട് വിശ്വരൂപങ്ങളും മുന്നിൽ വന്ന് നിന്നിട്ടും ചേച്ചിക്ക് ഒരു കുലുക്കില്ലല്ലോ. ഒന്നും അറിയാത്ത പോലെ ഏതാ അരി വേണ്ടെന്ന് ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരെ അരി എടുക്കാൻ പോവാണ്. നമ്മളൊക്കെ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് കാരണം ബാധിക്കപ്പെട്ട വ്യക്തികൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് മുട്ടിടിക്കുംല്ലേ. ഇത് അങ്ങനത്തെ ഒരു ഭാവവ്യത്യാസമേ ചേച്ചിക്കില്ല. ഒന്നും അറിയാത്ത പോലെ നിൽക്കാണ്. എന്തായാലും ചേച്ചിന്റെ അഭിനയം കൊള്ളാം. വല്ല സിനിമയിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി ചേച്ചി. ഒരു അവാർഡിനുള്ള എല്ലാ സ്കോപ്പും ചേച്ചിക്ക് ഉണ്ട്. കൊള്ളാം ചേച്ചി. ചേച്ചിന്റെ തൊലിക്കട്ടിയ പാരം തന്നെ. വല്ലാത്തൊരു ചേച്ചിനെ കേട്ടോ. ബാക്കി കണ്ടോക്കാം. എങ്ങനെ തെറി വിളിക്കാൻ പറ്റുന്നു ഇങ്ങനെ? അതെ, ഞാൻ തെറി വിളിക്കുന്നില്ല, എഴുതിടുന്നല്ലേ ഉള്ളൂ എന്നൊക്കെ. അതെ, ചേച്ചി പറഞ്ഞ വളരെ ശരിയാണ്. എജാദ് ചേച്ചി ഇഷ്ടമായി. എങ്ങനെ തെറി വിളിക്കാൻ തോന്നുന്നു ചോദിക്കുമ്പോൾ ചേച്ചിന്റെ മറുപടിയാണ് ഞാൻ വിളിക്കുന്നില്ലല്ലോ എഴുതുന്നുള്ളൂ എന്നൊക്കെ. എന്തായാലും കൊള്ളാം. ബാക്കി പറഞ്ഞാട്ടെ. ഇല്ലല്ലേ, യൂട്യൂബിലെ പെണ്ണുങ്ങളെല്ലാം തെറി വിളിക്കുക, അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളെ തെറി വിളിച്ചിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ഇതിന് മാത്രം അന്വേഷിച്ച് വന്ന അവരുടെ വീട്ടിൽ കയറി വരിക. അവർ പാവം ഒരു പെൺകൊച്ചുണ്ടാകും. ഒരു മോളുള്ള ഒരു കുഞ്ഞുള്ള ഒരു സ്ത്രീയാണ്. ബാക്കിയുള്ള സ്ത്രീകളെല്ലാം തെറി വിളിക്കും. കിടക്കി എല്ലാവരും ഇവരറിയാം. കേരളം കയറി കണ്ടിട്ടില്ല. എത്ര പേര് ഇവരെ കുറിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ. ശരി, കേരളത്തിൽ കണ്ട യൂട്യൂബേഴ്സിനെ കുറിച്ച് അവിധകഥയൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ചേച്ചിനെ ചേട്ടനെ അറിയൂല. എന്താണ് ചേട്ടാ, വെറുതെ അല്ല പുള്ളിക്കാരിക്ക് ആ ഷോപ്പിൽ ജോലി കിട്ടിയത്. ഞാൻ ആലോചിച്ച് പോയതാണ്, ഇത്രയും തെറി വിളിച്ച് നടക്കുന്ന സ്ത്രീക്ക് എങ്ങനെയാണ് ഒരു സ്ഥലത്ത് ജോലി കിട്ടിയെന്നുള്ളത്. അപ്പൊ അതാണ് സംഭവം. ഈ ജോലി കൊടുത്ത കടയുടെ നമുക്ക് പുള്ളിക്കാരുടെ ഒരു ഹിസ്റ്ററി അറിയില്ലായിരുന്നു. ഇപ്പൊ എന്തായാലും ഹിസ്റ്ററി കിട്ടിയ സ്ഥിതിക്ക് പുള്ളിക്കാരുടെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കാണും. ഇനിയിപ്പൊ അതിന്റെ കലിപ്പും കൂടി ചേച്ചി കമന്റ് ബോക്സിൽ ഒന്ന് തീർക്കുമെന്ന് കണ്ടറിയാം. എന്നാലും ബാക്കിയൂടെ കണ്ടോക്കാം.
ഇവരെ ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് ഒത്തിരി ആയില്ല, 2 ദിവസമായേ ഉള്ളൂ. മെഡിക്കുക ഇതുപോലെ തെറി പറയുന്ന ഒരു സ്ത്രീ കേരളത്തിൽ ഇല്ല. ഉള്ള കാര്യം പറയാം. അത്ര അനുഭവിച്ച് 3 വർഷമായിട്ട് ഇവരെ മാത്രം അന്വേഷിച്ച് നടക്കുന്നത്. ഇവർക്ക് ഈ അപസ്മാരത്തിന്റെ അസുഖം കേട്ടോ. ഇവരതൊക്കെ മുതലെടുത്ത് ഇവർക്ക് അസുഖം കൂടുതൽ വരണം. അതിനുള്ള ഇവരെ ക്ലാസ് എന്തെല്ലാം പറ്റും. നിങ്ങളുടെ വീട് കാണുന്നേ ആദ്യമായിട്ടല്ലേ കാണുന്നേ? 1.5 വർഷമായിട്ട് എന്തിനാ നമ്മളെ ഇട്ട് ആവശ്യമില്ലാതെ പറയുന്നത്? കാര്യം ചോദിക്കാൻ വേണ്ടി എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ? ആ കത്തി താഴെ വെക്ക്, ആ കത്തി താഴെ വെക്ക്. എന്റെ പൊന്നു, ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെ വിരോധിക്കാൻ പറ്റത്തില്ല. എന്ത് കഥയാ പറയാൻ? ഓക്കെ, അപ്പൊ കൊടുക്കാനുള്ളത് കൈയോട് കൊടുത്തങ്ങ് തിരിച്ചു പോകുന്നില്ലേ? അതെന്തായാലും നന്നായി. എന്തായാലും വളരെ ഒരു നല്ല കാര്യം തന്നെയാണ് ഇവർ ചെയ്തത് അല്ലേ? ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കിട്ടേണ്ടത് തന്നെയാണ്. എല്ലാവരും ചില ആളുകൾക്ക് ഒരു വിചാരമുണ്ട്, ഒരു ഫേക്ക് ഐ ഡിയും മൊബൈൽ ഡാറ്റയും ഉണ്ടെങ്കിൽ ആരെ കുറിച്ച് എന്ത് തോന്നിയാസവും എഴുതി പിടിപ്പിക്കാന്ന്. താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല. ഇങ്ങനൊക്കെ ഒരു ചിന്ത പലർക്കും ഉണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരു പാഠമാകട്ടെ ഈ വീഡിയോ. ആരെ കുറിച്ച് എന്ത് തോന്നിയാസവും പറയാം, എല്ലാവരും പ്രതികരിക്കില്ല എന്നൊരു ചിന്ത ഇനിയെങ്കിലും പലർക്കും മാറി കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.